ലോക പോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ മുട്ടുകുത്തില്ല. ആക്രമണങ്ങൾ ശക്തമാകുമ്പോഴും നേതാക്കൾ കൊല്ലപ്പെട്ടാലും തങ്ങളുടെ രാജ്യം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിന് മുന്നിൽ ഇറാൻ തലയുയർത്തി നിൽക്കുമ്പോൾ പശ്ചിമേഷ്യ പോലും ഒന്ന് വിറച്ചു പോകും. നിലപാടിൽ മാറ്റമില്ലാതെ ഇറാൻ യുദ്ധം തുടരുന്നു. ആരും സഹായിക്കാനില്ല. ഒപ്പം നിൽക്കുന്നത് തന്റെ ജനങ്ങൾ മാത്രം. ഇത് മതി ഇറാന് കൂടുതൽ കരുത്തേകാൻ. അമേരിക്കയുടെ കുതന്ത്രങ്ങൾക്ക് വില കൽപ്പിക്കാതെ ഇറാൻ നടത്തിയ ആക്രമണം ഗൾഫ് രാജ്യങ്ങളെ പോലും താറുമാറാക്കി. ഒരു കാര്യം പറയട്ടെ, അമേരിക്കയുടെ രഹസ്യ അന്വേഷണത്തിന്റെ ഒരു മുന്നറിയിപ്പ് ട്രംപിനെയും അമേരിക്കയും ആശങ്കയിലാക്കുകയാണ്. അതായത് വലിയ തോതിലുള്ള സൈനിക ആക്രമണങ്ങൾ നടത്തിയാൽ പോലും ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ പുറത്താക്കാൻ സാധിക്കില്ല എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നതും ഇവർ ഇത്രയും നാൾ നിരീക്ഷിച്ചു വന്നതിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നതും. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇറാൻ അടിയറവ് പറയില്ല. ഇറാന്റെ സ്കൂളുകളിൽ ബോംബിട്ട് അവിടുത്തെ പെൺകുട്ടികളെ കൊന്നൊടുക്കി അവരെ അല്ലെങ്കിൽ മാനസികമായിട്ട് ഇതിലൂടെയൊക്കെ തളർത്താൻ നോക്കിയ അല്ലെങ്കിൽ വിചാരിച്ച അമേരിക്കയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. ഇപ്പോൾ ഈ രഹസ്യാന്വേഷണത്തിന്റെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ ആകെ പുകില് പിടിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം ജനതയ്ക്ക് വേണ്ടി ബങ്കറിൽ പോയി ഒളിക്കാതെ അവർക്കൊപ്പമാണ് ഈ ഇറാന്റെ നേതാവ് അയത്തുള്ള അലി ഖമേനി താമസിച്ചിരുന്നത്. അവിടെ അവർക്കൊപ്പമാണ് നിന്നിരുന്നതും എല്ലാം. അതേ ജനതയുടെ നടുവിലുണ്ടായപ്പോഴാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നതും. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ, മരണത്തിനെ തോൽപ്പിച്ച ഇറാന്റെ കരുത്തു കൂടിയാണ്. അതാണ് ഇന്ന് അമേരിക്കയ്ക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരം എന്ന് പറയുന്നത്. എന്തായാലും US നാഷണൽ ഇന്റലിജൻസ് കൗൺസിൽ തയ്യാറാക്കിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടിലാണ് ഈ ഒരു വിലയിരുത്തൽ ഉള്ളത് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിലെ ഭരണ നേതൃത്വം കൊല്ലപ്പെട്ടാൽ പോലും ഭരണം നിലനിർത്തുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോളുകൾ രാജ്യം രൂപീകരിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഇറാൻ അങ്ങനെ ചെറിയ ചെറിയ തിരിച്ചടികളും ആക്രമണങ്ങളും നടത്തി ഒതുങ്ങിപ്പോകുമെന്ന് അമേരിക്കയും ഇസ്രയേലും കരുതിയെങ്കിൽ അത് വളരെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. കൂടാതെ ഇറാനിലെ വിഘടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ ഗ്രൂപ്പുകൾക്ക് അധികാരം പിടിച്ചെടുക്കാനുള്ള ശേഷിയില്ല എന്നും ഈ റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന സൈനിക നീക്കങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. ഇറാനിലെ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളും നാവികസേനയും തകർക്കുക, ആണവായുധങ്ങൾ നേടുന്നത് തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായിട്ട് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ വൈറ്റ് ഹൗസ് സൈനിക നീക്കം ശക്തമായിരിക്കുകയാണ് രഹസ്യ അന്വേഷണം ഈ വിഭാഗത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഇറാൻ ഭരണകൂടത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം എന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടക്കുന്നത്. ഇറാൻ പരമാധികാരിയായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമനിയെ അടുത്ത നേതാവാകുന്നത് അംഗീകരിക്കാനാവില്ല എന്നും തനിക്ക് താല്പര്യമുള്ള ഒരാളെ ഭരണതലപ്പത്ത് കൊണ്ടുവരണമെന്നും ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതൊന്ന് നോക്കിക്കേ, മറ്റൊരു രാജ്യത്ത് കിടക്കുന്ന ഒരാൾ പറയുകയാണ് ഇന്ന രാജ്യത്തുള്ള ഒരാളെ ആക്കാൻ പറ്റുക. അത് എവിടുത്തെ ന്യായമാണ് എന്നതാണ് മറ്റൊരു ചോദ്യം. കാരണം ഇപ്പോൾ നമ്മളുടെ രാജ്യത്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ എത്ര പേര് അതിനെ ചോദ്യം ചെയ്തേനെ? ഒരിക്കലും ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അനീതികൾക്ക് എതിരെ നമുക്ക് സംസാരിക്കാം, അതിനെതിരെ അഭിപ്രായം പറയാം. അല്ലാതെ അവരുടെ നിയമങ്ങൾ മാറ്റാൻ മറ്റൊരു രാജ്യത്തിന് എങ്ങനെയാണ് സാധിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിന് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ആർക്കും മനസ്സിലാകാത്തത്. എന്നാൽ ഈ നീക്കത്തെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിഫ് ബാഫ് ശക്തമായിട്ട് എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഇറാനിലെ ജനങ്ങളായിരിക്കുമെന്നും പുറത്തു നിന്നുള്ളവ അല്ലെങ്കിൽ അത്തരം ആൾക്കാരല്ല എന്നും പ്രതികരിച്ച്. സത്യമല്ലേ? പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണം ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്ന് പറഞ്ഞ് ഒരു പുറത്തെ രാജ്യത്തെ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. കാരണം ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അവിടെ ഒരു രാഷ്ട്രീയമുണ്ട്, അവിടെ എങ്ങനെ പോകണം എന്ന് അവരൊരു റൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിലെ തെറ്റും ശരിയും, തെറ്റ് സംഭവിക്കുന്നില്ല എന്നല്ല, തെറ്റും ശരിയും ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതിലൊക്കെ അഭിപ്രായം പറയാം. പക്ഷേ ഇന്നാളെ നിയമിക്കൂ, അതെന്റെ ഓർഡറാണ് എന്ന് പറയാൻ മറ്റൊരു രാജ്യത്തെ അധികാരികൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല. അങ്ങനെ ഒരു നിയമമോ അല്ലെങ്കിൽ അവകാശമോ ഇല്ല. ആ സംഭവം ഇരിക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഇങ്ങനത്തെ രീതിയൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇയാളെ ഒന്നും പിടിച്ച് നേതാവ് ആക്കാൻ പറ്റില്ല എന്ന്.
എന്തായാലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ അയൽ രാജ്യങ്ങളോടൊപ്പം മാപ്പ് ചോദിച്ചതിന് പിന്നാലെ ഇറാൻ പശ്ചിമേഷ്യയിലെ തോറ്റ കക്ഷിയാണെന്ന് ട്രംപ് പരിഹസിച്ചിരുന്നു. ട്രംപിന്റെ നിലപാടുകൾ എപ്പോഴും ഈ വെള്ളത്തിൽ വരച്ച വരയാണ്. കാരണം ട്രംപ് ഇത്രയേറെ നുണ പറയുന്നൊരു പ്രധാനമന്ത്രിയെ ലോകത്തിൽ ആരും കണ്ടിട്ടില്ലായിരിക്കും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ട്രംപ് അവിടുത്തെ ഭരണാധികാരി അല്ലെങ്കിൽ ആകുന്നതിന് തൊട്ടു മുമ്പ് ഒരു സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു, യുദ്ധക്കൊതിയന്മാരെ പോലെ ഞാൻ ആയിരിക്കില്ല, ഞാൻ വന്നാൽ ഒരിക്കലും യുദ്ധം നടക്കില്ല. പക്ഷേ ഈ നൂല് വലിക്കുന്ന പരിപാടിയാണ് ട്രംപിനുള്ളത്. ട്രംപ് ഇടയ്ക്ക് നിന്ന് ചില പരിപാടികളൊക്കെ ചെയ്ത് അവസാനം ട്രംപ് തന്റെ വാക്കുകളൊക്കെ മാറ്റി. ഇപ്പൊ ട്രംപ് തന്നെ എത്ര യുദ്ധം നടത്തിയിരിക്കുന്നു. എന്തായാലും ഇറാന്റെ നിരുപാധികമായിട്ടുള്ള കീഴടങ്ങൽ മാത്രമാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക പോംവഴി എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും സാധ്യമാകത്തില്ല. എന്നാൽ സൈനികമായിട്ടുള്ള ഭരണമാറ്റം കൊണ്ടുവരാൻ കഴിയില്ല എന്ന രഹസ്യ അന്വേഷണ റിപ്പോർട്ട് ട്രംപ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എന്തായാലും സ്വന്തം രാഷ്ട്രീയ ലാഭങ്ങൾക്കും ആയുധ കച്ചവടക്കാരുടെ താല്പര്യങ്ങൾക്കും വേണ്ടി ലോക സമാധാനത്തെ പണയം വെക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ ക്രൂരമായിട്ടുള്ള നയങ്ങൾക്കെതിരെ ഇന്ന് ഭൂഖണ്ഡാന്തരമായിട്ടുള്ള ജനരോഷം ആഞ്ഞടിക്കുന്നുണ്ട്. സമാധാനത്തിന്റെ ഈ വക്താക്കളെന്ന് സ്വയം ചമയുമ്പോഴും ലോകം ഒരു വൻ യുദ്ധത്തിന്റെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ ആ ദുരിതത്തെ പോലും പണമാക്കി മാറ്റാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. നമ്മൾ കണ്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കാൻ ഇന്ത്യയോട് പറയുന്നത്. യൂറോപ്പിലെ സാധാരണക്കാരുടെ ഈ തണുപ്പകറ്റാൻ പോകേണ്ട ഗ്യാസ് കപ്പലുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മധ്യത്തിൽ വെച്ച് തിരിച്ചു വിട്ടിട്ട് ഏഷ്യൻ വിപണിയിലെ ഉയർന്ന ഈ വിലയിൽ ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ തനി നിറം ഈ ഒരു പ്രതിസന്ധിയിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. ഇനി മറ്റുള്ളവരുടെ കണ്ണീരിൽ നിന്ന് ലാഭം കൊയ്യുന്ന ഈ ഒരു രീതി അമേരിക്കയുടെ ചരിത്രപരമായിട്ടുള്ള സ്വഭാവം കൂടിയാണ്. എന്നാൽ ഇത്തവണ അവർക്ക് മുന്നിൽ നിൽക്കുന്നത് അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ തല കുനിക്കാത്ത ഇറാൻ എന്ന ഒരു കരുത്തുറ്റ രാജ്യമാണ്. അതിനെ അങ്ങനെ അത്ര പെട്ടെന്ന് തകർക്കാൻ കഴിയില്ല. പതിറ്റാണ്ടുകളായി തങ്ങളെ വേട്ടയാടുന്ന ഉപരോധങ്ങളെ അതിജീവിച്ച ഇറാന്റെ പോരാട്ട വീര്യം അമേരിക്കൻ അഹങ്കാരത്തിനുള്ള ശക്തമായ മറുപടിയാണ്. അതുകൊണ്ടാണ് ഇന്നും ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നത്. ഇറാന്റെ ഒരു പക്ഷേ നേതാവ് മരിച്ചേക്കാം, അവിടുത്തെ ജനങ്ങൾ മരിച്ചേക്കാം, ഒരിക്കലും അവർ അടങ്ങിയിരിക്കില്ല. എന്തുകൊണ്ടാണ് അവർ വീണ്ടും ആക്രമണം നടത്തുന്നത്? അതായത് അവർക്കൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, ആർക്കു മുമ്പിലും അവർ തലകുനിക്കില്ല. ഞങ്ങളുടെ അതിർത്തിക്കുള്ളിൽ കടന്നു കയറാൻ ശ്രമിച്ചാൽ ലോകത്തിന്റെ ഇന്ധന സിരകൾ ഞങ്ങൾ മുറിക്കും എന്ന ഇറാന്റെ ഉറച്ച നിലപാട് വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈ കൊടുക്കുന്നവർക്കുള്ള അന്ത്യശാസനം കൂടിയാണ്. അതാണ് ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും അവിടുത്തെ രാജ്യങ്ങളെ സംബന്ധിച്ചല്ല. അതൊക്കെ ഈ പറയുന്ന അമേരിക്കയുടെ എയർബേസിലേക്ക് ആക്രമണം നടത്തുകയാണ്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് വിതച്ച വിനാശത്തിന്റെ വിത്തുകൾ ഇന്ന് ലോകമെമ്പാടും വിലക്കയറ്റവുമായും പട്ടിണിയുമായിട്ട് പടരുമ്പോൾ അതിനെ ധീരമായി പ്രതിരോധിക്കുന്ന ഇറാന്റെ നിലപാടുകൾക്ക് ആഗോളതലത്തിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. സാമ്രാജ്യത്വത്തിന്റെ ശക്തികൾ പടച്ചുവിടുന്ന കള്ളക്കഥകളെ തകർത്തെറിഞ്ഞ് സ്വന്തം മണ്ണും അന്തസ്സും ഈ സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം വരാനിരിക്കുന്ന പുതിയ ലോകക്രമത്തിന്റെ വിളംബരം കൂടിയാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള ആധിപത്യം അവസാനിപ്പിക്കുന്നതിന്റെ തുടക്കം കൂടിയാണ് ഇറാന്റെ ഈ ഒരു വലിയ രീതിയിലുള്ള ആക്രമണവും തീരുമാനവും നിലപാടും എല്ലാം.